അയാൾക്കൊരു പ്രതികാരം തീർക്കാനുണ്ടായിരുന്നു. തന്നെ കളിയാക്കിയവർക്ക് മുന്നിൽ, എഴുതി തള്ളിയവർക്ക് മുന്നിൽ, ഒരു മത്സരം കൊണ്ട് താൻ അവസാനിച്ചു എന്ന് പ്രചരിപ്പിച്ചവർക്ക് മുന്നിൽ. എതിർഗോൾ മുഖത്ത് കാലുകൾ കൊണ്ട് കവിത വിരിയിച്ച് അയാൾ അതെല്ലാം അപ്രസക്തമാക്കി. എല്ലാവർക്കുമുള്ള മറുപടി നൽകി. ഒന്നല്ല, 2 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏകതാരമായി അയാൾ മാറി. ഗോൾ അടിക്കുക മാത്രമല്ല, തൻ്റെ ടീമിനെയാകെ അയാൾ നയിച്ചു. നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ഊർജ്ജം മുഴുവൻ അയാൾ നൽകി. അന്തിമ വിസിലൂതുമ്പോൾ സ്കോർ ബോർഡിൽ ആ ഫലമുണ്ടായിരുന്നു. പോർച്ചുഗൽ 5, ഉസ്ബെക്കിസ്ഥാൻ 0. കളിയുടെ 6-ാം മിനിറ്റിലാണ് റൊണാൾഡോ ആദ്യം വലകുലുക്കിയത്. വലതുവിങ്ങിൽ നിന്ന് ജാവോ കാൻസലോ നൽകിയ ക്രോസ് തകർപ്പൻ ഷോട്ടിലൂടെ റൊണാൾഡോ ഗോളാക്കി മാറ്റി. അതോടെ 2006 മുതൽ 2026 വരെയുള്ള എല്ലാ ലോകകപ്പുകളിലും ഗോൾ നേടിയ താരമായി റൊണാൾഡോ മാറി. ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ ഗോൾ സ്കോററാണ് റൊണാൾഡോ. 41 വയസ്സും 138 ദിവസവുമാണ് റൊണോയുടെ പ്രായം. ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ മുൻ കാമറൂൺ താരം റോജർ മില്ലയാണ്. 42 വയസ്സും 39 ദിവസവുമാണ് 94 ലോകകപ്പിൽ ഗോൾ നേടുമ്പോൾ റോജർ മില്ലയുടെ പ്രായം. ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു പറങ്കിപ്പടയുടെ 2ാമത്തെ ഗോൾ. 17-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ മനോഹരമായ ഷോട്ട്. റോണോയ്ക്ക് ആ ഫ്രീ കിക്ക് എടുക്കാമായിരുന്നെങ്കിലും റോണോ അത് കൈമാറി നൽകുകയായിരുന്നു. 39-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ മനോഹരമായ ഒരു ത്രൂ പാസ് സ്വീകരിച്ച് റൊണാൾഡോ തന്റെ 2ാമത്തെ ഗോളും വലയിലാക്കി. ലോകകപ്പിൽ പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി റൊണാൾഡോ ഇതോടെ മാറി. ഇതിഹാസ താരം യുസേബിയെയാണ് റൊണാൾഡോ മറികടന്നത്. 60-ാം മിനിറ്റിൽ ഉസ്ബെക് ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്നും പന്ത് അബദ്ധത്തിൽ സ്വന്തം വലയിലേക്ക് തന്നെ വീണതോടെ പോർച്ചുഗലിന്റെ ലീഡ് 4-0 87-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ റാഫേൽ ലയാവോ ബോക്സിന്റെ മൂലയിൽ നിന്നും തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് ഉസ്ബെക് വലയുടെ മുകൾ തട്ടിൽ തുളച്ചു കയറിയതോടെ പോർച്ചുഗലിന്റെ ഗോൾ പട്ടിക പൂർത്തിയായി. ആദ്യ മത്സരത്തിൽ കോങ്കോയോട് സമനിലയുണ്ടായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് റൊണാൾഡോയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. റൊണാൾഡോയുടെ കളി മോശമായിരുന്നു എന്നടക്കമുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി പ്രചരിച്ചു. റൊണാൾഡോയും പോർച്ചുഗൽ ടീമുമായുള്ള ബന്ധം പോലും മോശമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അതിനിടയിലാണ് 2ാമത്തെ മത്സരത്തിൽ റൊണാൾഡോ ഉഗ്രൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഈ ജയത്തോടെ നോക്കൌട്ട് പ്രവേശനത്തിന് തൊട്ടടുത്താണ് പോർച്ചുഗൽ ഇപ്പോൾ. കൊളംബിയയുമായുള്ള അടുത്ത മത്സരം പോർച്ചുഗലിന് നിർണായകമാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കാനായിരിക്കും റൊണാൾഡോയുടെയും കൂട്ടരുടെയും ശ്രമം. തിരിച്ചു വന്ന റൊണാൾഡോ ആ ഫോം നിലനിർത്തുമോ എന്നതാണ് കായിക ലോകം ഉറ്റുനോക്കുന്നത്. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.